രുചിയേറുന്ന വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുക, അതാണ് മലയാളിയുടെ പുതിയ രീതി. ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി എത്ര ദൂരം പോകാനും ഇന്ന് മലയാളി റെഡിയാണ്. എന്നാൽ പഴമയുടെ തനിമയും പുതുമയുടെ രുചിക്കൂട്ടും ചേർത്ത് നൂറുകണക്കിന് വിഭവങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ കിട്ടുന്നുവെന്ന് ആലോചിച്ച് നോക്കിയേ. അത്തരമിടങ്ങളാണ് മലബാറിലെ ഫുഡ് ഫെസ്റ്റുകൾ. ഭക്ഷണത്തിൽ മാത്രമല്ല, അത് പ്രസന്റ് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന രീതി കൊണ്ടുപോലും ശ്രദ്ധ നേടിയിരിക്കുകയാണ് മലപ്പുറം മക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുഡ് ഫെസ്റ്റ്. അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഭയങ്കര ആഘോഷമാണ്, ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ വലിയൊരു ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആഘോഷമാണ് നമ്മൾ കണ്ടത്. ഒരു വെറൈറ്റി ഫുഡ് ഫെസ്റ്റ് ആണ് ഇപ്പോൾ മക്കരപ്പറമ്പ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുഴിമന്തി ഉണ്ട്, അൽഫാം ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് വിഭവങ്ങളുണ്ട്, അറേബിക് ഡിഷുകളുണ്ട്. മറുഭാഗത്താണെങ്കിൽ ജ്യൂസിന്റെ പലതരം വിഭവങ്ങൾ, കേക്കിന്റെ വിഭവങ്ങൾ, പലതരം സാൻഡ്വിച്ചുകൾ, ഇതുവരെ നമ്മൾ കേൾക്കാത്ത കുറെ ഭക്ഷണങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ അടുക്കളയിൽ നിന്നും അന്യം നിന്ന് പോയ ഭക്ഷണങ്ങളടക്കം അരങ്ങിൽ എത്തിച്ചുകൊണ്ടാണ് ഈ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. സ്കൂളിലെ കുട്ടികൾക്ക് ഉള്ള വിവിധതരം കഴിവുകൾ ബിസിനസ് പരമായിട്ടും അതുപോലെ കാര്യങ്ങൾ നടത്താനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടും സ്വയം സംരംഭകരാവാനുള്ള ഒരു തുടക്കമെന്നുള്ള നിലയിലൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റിവൽ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത്. കുട്ടിയുടെ ഓരോ കഴിവുകൾ, കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി കാണിച്ചു. അതുപോലെ തന്നെ ഇതിലൂടെ കിട്ടുന്ന ഫണ്ടുകൾ സ്കൂളിലെ ചാരിറ്റിക്ക് വേണ്ടി, സ്കൂളുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനത്തിന് വേണ്ടി കുട്ടികളെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭാവന കൂടിയാണിത്. കിടിലൻ പരിപാടിയായിരുന്നു, ഉഷാറായിരുന്നു. പ്രിൻസിപ്പാളും ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെറൈറ്റീസ് അടിപൊളി, നല്ല വിഭവങ്ങളായിരുന്നു. വെറൈറ്റി ആയിട്ട് അടിപൊളിയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു പരിപാടിയാണിത്. ഫുള്ള് ഞങ്ങൾ നാച്ചുറൽ ആക്കിയതാണ്. ഭക്ഷണ വിഭവങ്ങളുടെ തനിമ പ്രദർശിപ്പിക്കുക മാത്രമല്ല, അതിലൂടെ ലഭിക്കുന്ന ഫണ്ട് അത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുക എന്നുള്ള ഒരു മഹിതമായ ലക്ഷ്യം കൂടിയുണ്ട് ഈ ഫുഡ് ഫെസ്റ്റിന് പിന്നിൽ. പക്ഷേ ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മൾ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത ഭക്ഷണ വിഭവങ്ങൾ കൂടി ഇവിടെയുള്ള കൊച്ചു കൈകളിലൂടെ നമുക്ക് ആസ്വദിക്കാനാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഫുഡ് ഫെസ്റ്റിന്റെ പ്രത്യേകത. ഇത്തരം ഫുഡ് ഫെസ്റ്റുകൾ ഇന്ന് മലബാറിന്റെ ഓരോ മുക്കിലും മൂലയിലും നിറയുന്നുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം അതിന്റെ ആസ്വാദനവും രുചികളും. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തൂപ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലി പൂർണ്ണമായും രുചിച്ചില്ലെങ്കിലും ഉണ്ണിത്തൂവർ വിട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് തിരിച്ചു വരാം.